ബാബുട്ടനെ വിളിക്കുന്നത്. സത്യ വാതിൽ തുറക്ക്. സത്യ ദേ രുക്മിണിയൊക്കെയാ വിളിക്കുന്നത്, വേഗം വാതിൽ തുറക്കടാ. എടാ നിന്റെ വിജയം ഞങ്ങൾ സമ്മതിച്ചു, നീ ഞങ്ങൾ അംഗീകരിച്ചു, നീ ഞങ്ങളുടെ കൂടെ നിക്കണം. ബാബുട്ടനാണ് പറയണത്. ബാബുട്ടൻ നിനക്കൊരു സത്യേട്ടാ വാതിൽ തുറക്ക്. സത്യേട്ടാ ഇത് ആരാ വന്ന് നിക്കുന്നേന്നൊന്ന് നോക്കിയേ. അയ്യോ തേൻ ഒഴുകുന്ന. അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുള്ള ആളുകളുടെ ഒപ്പം നീ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഭരണം നമുക്ക് ഇവിടെ കാഴ്ചവെക്കാം. അതിനെയാണ് ബാബുട്ടൻ നിന്നെ വിളിക്കുന്നത്. സത്യേട്ടാ ആ കഥകൊന്ന് ഒന്ന് തുറക്ക് സത്യേട്ടാ. ഒന്നല്ല ഞാൻ അകത്തേക്ക് വരാം, അല്ലെങ്കിൽ സത്യേട്ടൻ ഇങ്ങോട്ട് പുറത്തേക്ക് വാ. നിനക്ക് എന്ത് സ്ഥാനം വേണമെന്നുള്ള ബാബുട്ടനോട് പറഞ്ഞാൽ മതി. നിനക്ക് ക്ഷേമകാര്യം വേണം, നിനക്ക് ആരോഗ്യം വേണം, ഞങ്ങൾ തരും. സത്യേട്ടൻ പുറത്തേക്ക് വന്ന് ഇവരോട് പറ എന്റെ കൂടെ നിക്കുള്ളൂന്ന്. സത്യം അങ്ങനെ നിൽക്കാലോ, നമുക്കറിയാമല്ലേ. ഈ വിദ്യാഭ്യാസത്തിന്റെ കുറവ് നിനക്കുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പാണ് നിനക്ക് തരാം. ഞാനാണ് പറഞ്ഞത്, ബാബുട്ടനെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മോനെ സത്യ, നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞങ്ങൾ അവിടെ തരും. അയ്യോ ഞാൻ വിചാരിച്ചപ്പോ പ്രസിഡന്റ് കൊണ്ടേ കൊടുക്കുന്നു. ബാബുട്ടനാണ് പറയണത്. ഇനിയും ബാർഗെയിനിങ് ഇല്ല. അവർ വൈസ് പ്രസിഡന്റ് അല്ലേ പറഞ്ഞുള്ളത്. പ്രസിഡന്റ് സ്ഥാനം തരിക. നിനക്ക് പ്രസിഡന്റ് തരും. ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആവും നീ.